As Vidya Ratna Awards 2025, the Honorable Chief Minister of Kerala, Shri V.D. Satheeshan. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, ഏഷ്യാനെറ്റിന്റെ ടീം മെമ്പേഴ്സ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എത്തിയിട്ടുള്ള അധ്യാപക ശ്രേഷ്ഠരെ, സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായി വൈകി വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പരിപാടിയിൽ പോകുമ്പോൾ കൃത്യസമയത്താണ് പങ്കെടുക്കേണ്ടത്. പക്ഷെ രാവിലെ മുതൽ മാവേലിക്കര, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ 4-5 പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ ചില പരിപാടികൾ ഡിലേഡായി. ഞാനല്ല ഡിലേ ആയത്, അവരുടെ പരിപാടികൾ ഡിലേ ആയതുകൊണ്ടാണ്. ഞാൻ 7:15 എത്താൻ കഴിയാം എന്ന് കരുതിയാണ് പോകുന്നത്. നിങ്ങൾക്ക് സംഘാടകർക്കുണ്ടായ അസൗകര്യത്തിന് ഞാൻ ക്ഷമ ചോദിക്കുക. നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ സ്ഥിരം വൈകി വന്ന ഒരാളാണെന്ന്. അധ്യാപകരാരും എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഏഷ്യാനെറ്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വിദ്യാരത്ന അവാർഡ് അധ്യാപകർക്ക് ഏർപ്പെടും. അത് കേരളത്തിലെ അധ്യാപകർക്ക് വലിയ പ്രോത്സാഹനമായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളൊരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന മഹായത്നത്തിലാണ്. അതിലെ മേജർ റോള് പ്ലേ ചെയ്യുന്നവരാണ് അധ്യാപകർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നത് എൻ്റെ അധ്യാപകരെയാണ്. മനസ്സിൽ കൂപ്പുകൈകളോടുകൂടിയാണ് നമ്മൾ നമ്മുടെ അധ്യാപകരെ ഓർക്കുന്നത്. ഞാൻ കരുതുന്നത് മുഖ്യമന്ത്രിയൊന്നുമല്ല ഏറ്റവും നല്ല ജോലി, പത്രപ്രവർത്തകരുമല്ല. ഈ നാട്ടിലെ ഏറ്റവും നല്ല പ്രൊഫഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അത് അധ്യാപകരുടെ പ്രൊഫഷനാണ്. ഞാൻ നിങ്ങളെ വേറൊരു യോഗത്തിൽ പോയിട്ട് വേറെ മാറ്റി പറയുന്ന ആളല്ല, ഞാൻ എല്ലായിടത്തും പറയുന്ന ആളാണ്. കാരണം ഇത്രയധികം ബഹുമാനം കിട്ടുന്ന വേറൊരു ജോലിയില്ല. ഞങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാം, ഇത് ഇരിക്കുമ്പോഴുള്ള ബഹുമാനമുള്ളൂ. ആ കസേരയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നേരത്തെ മുണ്ട് അഴിച്ചിട്ട് നിൽക്കുന്നവൻ മുണ്ട് മടക്കിക്കുത്തി നമ്മളെ കാണുമ്പോൾ. പോലീസുകാരെ കണ്ട ആളുകൾക്ക് പേടിയാണ്, തൊപ്പിയൊക്കെ വെച്ചിങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട്. പക്ഷെ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബഹുമാനം പോകും. നമ്മൾ ജോലിയിൽ ഇരിക്കുമ്പോഴും ജോലി കഴിഞ്ഞാലും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ഇത്രമാത്രം ബഹുമാനം കിട്ടുന്ന വേറൊരു പ്രൊഫഷനില്ല. നിങ്ങൾ റിട്ടയർ ചെയ്ത ടീച്ചേഴ്സിനോട് ചോദിച്ചു നോക്ക്. അവരൊരു ബസ്സിൽ കയറിയാൽ, ഒരു കല്യാണ വീട്ടിൽ പോയാൽ, ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാൽ ഓടി ആളുകൾ എന്ന് പറയും, ടീച്ചർ എന്നെ പഠിപ്പിച്ചാണെന്ന് പറയും. അതിനേക്കാൾ വലിയ സന്തോഷം ഒരാൾക്കൊരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ വേറെ ഒരാൾക്കും കിട്ടില്ല. വേറെ ഒരു പ്രൊഫഷനും ഇത്രയധികം ആദരവും പോകും. ഇപ്പോ നമ്മൾ എത്ര പേരെ കണ്ടു ജീവിതത്തിൽ, എത്രയോ ആളുകളെ നമ്മൾ കണ്ടു മടങ്ങിയ ആളല്ല. പക്ഷേ 1ാം ക്ലാസ് മുതലുള്ള അധ്യാപകരെ നമുക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകർ. ഞാൻ 10 കൊല്ലം സ്കൂളിലും 12 കൊല്ലം കോളേജിലും പഠിച്ചതാണ്. ഞാൻ ഇന്നലെ എന്റെ കോളേജിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായി പോയപ്പോ എനിക്ക് എല്ലാ അധ്യാപകരെയും അവിടുത്തെ എല്ലാവരും ഓർമ്മയുണ്ടായിരുന്നു. അവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തവരാണ്, പലതരത്തിൽ. ഞാൻ ഇന്നലെ തമാശയായിട്ടല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണ് ഒരു അധ്യാപിക പറഞ്ഞത് എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെ നഖം വെട്ടണമെന്ന്. ഞാൻ എല്ലാ ഞായറാഴ്ചയും നഖം വെട്ടും. ആ നഖം വെട്ടുമ്പോൾ ആ ടീച്ചറെ പറ്റി ഓർക്കും. നഖം വെട്ടിയില്ലെങ്കിൽ തിങ്കളാഴ്ച ചിലപ്പോൾ തിരക്ക് കൊണ്ട് വല്ലതും പറ്റിയാൽ കൈക്ക് വിരലിന്റെ അറ്റത്ത് ഭയങ്കര ഇറിറ്റേഷനാണ്. ആ ടീച്ചറോട് എന്തോ തെറ്റ് ചെയ്ത പോലെയാണ്. സത്യം, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും. അങ്ങനെ നമ്മുടെ ഓരോ സ്വഭാവത്തില്, നമ്മുടെ ജീവിതത്തിനോടുള്ള സമീപനത്തിൽ എല്ലാം രൂപീകരിച്ചെടുക്കുന്നതിൽ അവർക്കുള്ള റോൾ എന്താണ്? ആ റോള് വളരെ പ്രധാനമാണ് ഇനിയുള്ള കാലത്ത്. ഇനിയൊരു പുതിയ ജനറേഷൻ വരികയാണ്. അധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത് വലിയ ചാലഞ്ചാണ്. കാരണം നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്. നോളജ് എക്സ്പ്ലോഷൻ. പണ്ടൊക്കെ അറിവുണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷെ പതിയെ അറിവുണ്ടാവുള്ളൂ. കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായത്. ഇപ്പൊ അതല്ല, ലോകത്തിലെ എല്ലാ സ്ഥലത്തും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ സിലബസ് ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. ഇപ്പൊ നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പൊ അധ്യാപകരുടെയും ചലഞ്ച് അതാണ്. മാത്രമല്ല, പണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോയിട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ ഇൻഫർമേഷൻ ഈസ് ഓൺ ദെയർ ഫിംഗർ ടിപ്പ്. ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരാത്ത നമ്മുടെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ. എന്റെ പെങ്ങൾ ടീച്ചറായിരുന്നു. ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് പേടിയായിരുന്നു, ഭയങ്കര പ്രിപ്പറേഷൻ.
കാരണം എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ കുട്ടികളപ്പോ മറ്റേ മൊബൈലിലിട്ട് ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിലോ ഏതിലെങ്കിലും ഇട്ട് ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന് ഉത്തരം കണ്ടെത്തും. അപ്പോൾ അവര് പറയും ടീച്ചർ പറഞ്ഞത് തെറ്റാണെന്ന് പറയും. എനിക്ക് പേടിയാണ് കുട്ടികളുള്ള സ്ഥലത്ത് പോയി സംസാരിക്കാൻ. നമ്മളിങ്ങനെ പ്രസംഗിക്കുന്ന ഇടയിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പറയും, അവർ പറയും സാറേ ആ ഡേറ്റ് തെറ്റിയാ പറഞ്ഞ ഡേറ്റ് തെറ്റിയെന്ന് പറയും അല്ലെ. അത്ര അപ്ഡേറ്റഡ് ആയി ഇൻഫർമേഷൻ ഈസ് ഓൺ ദെയർ ഫിംഗർ ടിപ്പ്. അപ്പൊ അധ്യാപകരും അതിനൊത്ത് അവരും മാറേണ്ട ഒരു സ്ഥിതിയിലേക്ക് നിർബന്ധിതരായിരിക്കുകയാണ്. പണ്ട് BEdന് പോയപ്പോഴോ അല്ലെങ്കിൽ TTCക്ക് പോയപ്പോ ഉള്ള ഒരു ട്രെയിനിങ്ങിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു ചാലഞ്ച് മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മാത്രമല്ല ഇന്നത്തെ ഈ ഒരു പുതിയ കാലത്തിൽ കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നമുക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് ഡ്രഗ്സ് എല്ലാം കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ക്യാച്ച് ദ യങ് എന്ന് പറയുന്നത് ശരിക്കും ഡ്രഗ് മാഫിയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ക്യാച്ച് ദ യങ് എന്ന് നമ്മൾ നല്ല അർത്ഥത്തിലും പോസിറ്റീവായിട്ടും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ ഡ്രഗ് മാഫിയയാണ് കുട്ടികളെയാണ് പിടിക്കുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കുട്ടികൾ ആ കെണിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും അവരെ വാച്ച് ചെയ്യാൻ അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. എന്റെ ഒരു വലിയ അഭിപ്രായം കുട്ടികൾക്ക് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ്. വീട്ടിൽ ചിലപ്പോൾ കുട്ടികൾ ചില നല്ല സ്വഭാവങ്ങൾ കാണിക്കും, അത് അധ്യാപകര് സ്കൂളിലാണെങ്കിൽ അത് പേരൻസിനോടും, സ്കൂളിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ പേരൻസ് ടീച്ചേഴ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ പണ്ട് MGS നാരായണൻ എഴുതിയൊരു ആർട്ടിക്കിൾ ഞാൻ പണ്ട് വായിച്ചു. അദ്ദേഹം വിദേശത്തൊരു യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി പോയി, ഫാമിലിയെ കൂടി കൊണ്ടുപോയി. അപ്പൊ ചെറിയ ക്ലാസ്സിലാണ് മകൻ. ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഫോൺ വന്നു, ഏറ്റവും അടുത്ത ദിവസം വന്ന് സ്കൂളിൽ വന്ന് പ്രിൻസിപ്പലിനെ കാണണം. അപ്പൊ ഇവിടെ പ്രിൻസിപ്പല് പിന്നെ വീട്ടിൽ നിന്ന് സ്കൂളിനെ പാരന്റിനെ വിളിപ്പിച്ചാലുള്ള സ്ഥിതി എന്താ, എന്തോ കുഴപ്പം മകൻ കാണിച്ചിട്ടുണ്ടെന്നാണ്, അല്ലാതെ വിളിക്കൂലല്ലോ. അപ്പൊ ഇദ്ദേഹം അടുത്ത ദിവസം തന്നെ ഡേറ്റ് കൊടുത്ത് ചെന്ന് മോൻ എന്തെങ്കിലും. അപ്പൊ ചെന്ന സമയത്ത് പ്രിൻസിപ്പൽ ഇരിക്കുന്നു, ക്ലാസ് ടീച്ചർ ഇരിക്കുന്നു, മാത്സ് ടീച്ചർ ഇരിക്കുന്നു. ഇവര് മൂന്നുപേരും കൂടി ഇരിക്കുക. അപ്പൊ മാത്സ് ടീച്ചറോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ മാത്സ് ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ മകൻ മാത്തമാറ്റിക്സിൽ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ അസാമാന്യമായ സ്പീഡാണ്. ഞാൻ പ്രോബ്ലം എല്ലാം ഇട്ടുകൊടുത്ത് തിരിയുമ്പോഴേക്കും ഈ കുട്ടി പെട്ടെന്ന് ഇത് ചെയ്യും. ഈ കുട്ടി ചെയ്തു കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കുട്ടികൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇയാൾക്ക് മാത്തമാറ്റിക്സിൽ അസാമാന്യമായ ഒരു താല്പര്യമുണ്ട്. ഇയാള് വലിയ മാത്തമാറ്റീഷ്യൻ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് വീട്ടിലൊന്ന് ശ്രദ്ധിക്കണം, അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടിയില്ല. ഇവൻ അത്രയും ഒരു പ്രത്യേകത കാണിച്ചായിട്ട് ഇദ്ദേഹത്തിന് അറിയില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇവിടുന്ന് ടേബിൾ പഠിച്ചിട്ടാണ് പോയത് പെരിക്കപ്പെട്ടിയ. അവിടെ ടേബിൾ പഠിപ്പിക്കുന്നത് കുറച്ചുകൂടി ഡിലേഡ് ആയിട്ടാണ്. അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് ടേബിൾ അറിയില്ല, ഈ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും അറിയത്തില്ല. ഈവന് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടുന്ന് പഠിച്ചിട്ട് പോയതുകൊണ്ട് മറ്റു കുട്ടികളെക്കാൾ വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് വേഗത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തിയതാണ്, റിസൾട്ട് വന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം പറയാണ് ആ കുട്ടികളിലുണ്ടായ ഒരു ചെറിയ മാറ്റം മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുട്ടി കാണിച്ച പ്രത്യേകമായ ഒരു കഴിവ് മാത്സ് ടീച്ചർ നോട്ട് ചെയ്ത് അത് ക്ലാസ് ടീച്ചറെ അറിയിച്ച്, ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലിനെ അറിയിച്ച്, പ്രിൻസിപ്പൽ പാരന്റിനെ വിളിച്ചു വരുത്തിയേക്കാണ്. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അതാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കുട്ടികളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവുള്ള കുട്ടികളാണ്. ആ കഴിവ് പേരൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കണ്ടുപിടിച്ച് അവരെ പ്രൊമോട്ട് ചെയ്ത് അവരെ നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്ന് പറ്റും. നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വേണം. പ്രത്യേകിച്ച് ജനറൽ എഡ്യൂക്കേഷൻ രംഗത്ത് ഹയർ സെക്കൻഡറി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടേണിംഗ് പോയിന്റാണ്. കുട്ടികളെ ഒരു ട്രാക്ക് ചെയ്ത് കൊണ്ടുപോവുക, അവരുടെ ടേസ്റ്റ് അറിഞ്ഞ് അവരെ ഓരോ സബ്ജക്റ്റിനോടും അവരെ പാഷനേറ്റ് ആക്കി കൊണ്ടുപോവുക. അവരെ അധ്യാപകർക്ക് ഞാൻ സത്യത്തില് എനിക്കിപ്പോഴും ഓർക്കും, ഓരോ അധ്യാപകരെ നമ്മൾ ഓർക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം സാധാരണ ഞാൻ ഫസ്റ്റ് ബെഞ്ചിൽ എന്നെ ഫസ്റ്റ് ആയിട്ട് ഇരുത്തും, കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഞാൻ ബാക്ക് ബെഞ്ചിൽ പോയിരുന്ന് ഞാൻ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നോവൽ വായിച്ചുകൊണ്ടിരുന്നു. ഈ പുസ്തകം ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം അത് കണ്ടുപിടിച്ച് പൊട്ടിത്തെറിച്ചു ക്ലാസ്സിൽ. എന്നിട്ട് പറഞ്ഞു, ഒരാള് തൊണ്ട പൊട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഗുരുതരമായ തെറ്റാണെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ശാസ്ത്രീയ. എനിക്കും വിഷമമായി. ഞാനിപ്പോ പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും വേറെ വർത്താനം പറഞ്ഞിരുന്നാൽ ഞാൻ മൂഡ് ഓഫ് ആവും. അവിടെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും. അവിടെ അവർ രണ്ടുപേരും തോളെ കൈവച്ച് സംസാരിക്കുക. ഇപ്പോ രണ്ടുപേരും നമ്മൾ പറയുന്നത് എന്താ അവർ കേൾക്കുന്നില്ല, ശ്രദ്ധിച്ചില്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് വിഷമവും.
1000 പേര് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമവും. അപ്പൊ ക്ലാസ് ടീച്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ സംസാരിക്കുമ്പോ അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എന്നോട് ഭയങ്കരമായിട്ട് ശാസിച്ചു. അപ്പൊ ഞാൻ സോറിയൊക്കെ പറഞ്ഞു എഴുന്നേറ്റ്. എനിക്ക് മനസ്സിലായി തെറ്റാണെന്ന്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4 മണിയാകുമ്പോൾ സ്റ്റാഫ് റൂമിൽ വന്നു. നേരത്തെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അടിക്കാൻ വല്ല വിഷമമായതുകൊണ്ട് ചൂരിൽ വെച്ച് ഒരു അടി തരാൻ വേണ്ടിയിട്ടായിരിക്കും. അടി പ്രതീക്ഷിച്ച് ഞാൻ 4 മണിയായപ്പോ സ്റ്റാഫ് റൂമിന്റെ എത്തി. സ്റ്റാഫ് റൂമിലാണ് തൊട്ടപ്പുറത്താണ് ലൈബ്രറി ചേർന്നുകൊണ്ട്. ഇദ്ദേഹം ഞാൻ ചെല്ലുമ്പോൾ ഒരു തുണി എടുത്തിട്ട് തുടക്കുകയാണ്, അലമാരയൊക്കെ തുടക്കുക. ആ ലൈബ്രറിയിൽ നിന്ന് അങ്ങനെ ആരും പുസ്തകം എടുക്കാറില്ല. എന്നിട്ട് ആ പുസ്തകം എടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ ലൈബ്രറി, ഇവിടെ നല്ല പുസ്തകങ്ങളുണ്ട്. നീ നല്ല പുസ്തകം പുതിയത് മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുതിയ പുസ്തകം കൂടി മേടിക്കാൻ എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം എനിക്ക് ഏത് ടൈപ്പ് പുസ്തകമാണ് വായിക്കാൻ ഇഷ്ടം. ഞാൻ അന്തം വിട്ടിക്ക് അടി കിട്ടാൻ വേണ്ടി പോയതാ. അദ്ദേഹം പറഞ്ഞു വായിക്കണം, പക്ഷെ ക്ലാസ്സിൽ വായിക്കരുത്. ക്ലാസ് എടുക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് ഇത് വായിക്കണം. എന്നിലേക്ക് എത്ര പുസ്തകം വേണമെങ്കിലും ഇവിടെ എടുത്തുകൊണ്ട് പോയിക്കോ, നീ ഇവിടെ എഴുതി വെച്ചിട്ട് പോയാൽ മതി, തിരിച്ചു കൊണ്ടുവന്നാൽ മതി വായിച്ചതിന്റെ. വായിച്ച പുസ്തകങ്ങളെ പറ്റി എന്നോട് പറഞ്ഞു തന്നെ, വായിച്ചത് എങ്ങനെയാണ്. ഞാൻ കരഞ്ഞു. ക്ലാസ് റൂം സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ആ അധ്യാപകൻ എന്നെ എസ് എ കോമ്പറ്റീഷന്, എലക്യൂഷൻ കോമ്പറ്റീഷനൊക്കെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് എന്നെ ബസ്സിൽ കയറ്റി എറണാകുളത്ത് നടക്കുന്ന മത്സരം, ജില്ലാ യുവജനോത്സവം, സംസ്ഥാന യുവജനോത്സവത്തിലൊക്കെ പ്രസംഗ മത്സരത്തിനും ഈ മത്സരത്തിന് എന്നെ കൊണ്ടുപോകായിരുന്നു. എന്റെ മനസ്സിൽ എന്റെ ഹൃദയത്തിലുണ്ട് ആ മനുഷ്യൻ. ഞാൻ ആ സ്റ്റാഫ് റൂമിലിരുന്ന് ഞാൻ കരഞ്ഞു. സ്നേഹം, അധ്യാപന സ്നേഹം, എന്നെ വായന. പിന്നീട് എപ്പോഴും കാണുമ്പോൾ നിന്നോട് ചോദിക്കും, നീ എത്ര പുസ്തകം വായിച്ചു ഈ മാസം? അത് വായിച്ചോ, ഇത് വായിച്ചോ, ആ നോവൽ വായിച്ചോ, MTയുടെ ഇത് വായിച്ചോ? അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് മഞ്ഞ് വായിക്കാൻ പറഞ്ഞത്. എന്നിട്ട് മഞ്ഞ് വായിച്ചിട്ടുള്ള കമന്റ് എന്നോട് കുറിപ്പെഴുതി തരാനൊക്കെ പറയും. അധ്യാപകൻ നമ്മളെ വായനക്കാരനാക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ വഴക്ക് പറഞ്ഞ അധ്യാപകൻ നമ്മളിത് വായിക്കുന്നത് കണ്ടിട്ട് ആ ദേഷ്യമല്ല നിലനിർത്തിയത്. അപ്പൊ അധ്യാപകർക്ക് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓർത്തെടുത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ സത്യമായിട്ടും പറയാൻ പറ്റും, ഭയങ്കര രസമായിട്ട്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു നല്ല ആളുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ നാടിന്റെ അഭിമാനമായി മാറേണ്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങളവരെ ക്രിയേറ്റ് ചെയ്യുന്ന വലിയ ഈ നാടിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവരാണ് അധ്യാപകർ. സത്യത്തിൽ അധ്യാപകർക്ക് നല്ല റീഓറിയന്റേഷൻ ഇപ്പോഴത്തെ കാലത്ത് പുതിയ സബ്ജക്റ്റിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം അവരെ റീഓറിയന്റേഷൻ അധ്യാപകർക്ക് കൊടുക്കണം. ഗവൺമെന്റ് ഗൗരവതരമായി ഞാൻ അഡീഷണൽ ജോലി തരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷമിക്കരുത്. ഞാൻ വന്നിട്ടൊരു പണി തന്നിട്ട് പോവാണെന്ന് വിഷമിക്കരുത്. മാത്രമല്ല, ഈ നോളജ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അധ്യാപകരെ കൂടുതൽ എക്യുപ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളെ കുറിച്ച് ഗവൺമെന്റ് ഗൗരവതരമായി ആലോചിക്കും. മികച്ച അധ്യാപകരുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്നുള്ള അഭിമാനം നമുക്കുണ്ട്. ആ അധ്യാപകരെ കുറെ കൂടെ മികച്ചതാക്കാൻ ഗവൺമെന്റിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും. ഏഷ്യാനെറ്റ് ഇന്ന് നടത്തുന്നത് അതുപോലെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ അവർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഏഷ്യാനെറ്റിനെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അക്കാര്യത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ മനോഹരമായ സായാഹ്നത്തിൽ കേരളത്തിലെ മികച്ച അധ്യാപകരോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.